ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. സോ അതിന്റെ ഡീറ്റെയിൽ റിവ്യൂ വീഡിയോയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ. അതിന് മുന്നേ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോ ഇടുകയാണെങ്കിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ആപ്പിനെ കുറിച്ച് പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ട്. ഫ്ലിപ്കാർട്ടിന്റെ ഒരു സബ് ആപ്പായിട്ട് വരുന്നതാണ് കേട്ടോ ഷോപ്സി എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്ലിപ്കാർട്ടും ഷോപ്സിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഷോപ്സിയിൽ ഒന്നും കൂടി നമുക്ക് ലോ ബഡ്ജറ്റിൽ പ്രൊഡക്റ്റ് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അതിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിനെ പോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റും കാര്യങ്ങളും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഈ ഒരു പ്രൈസിന്റെ ഡിഫറൻസ് മാത്രമേ ഈ ഒരു ആപ്പ് തമ്മിലുള്ള ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെന്ന് വെച്ചാൽ ഇപ്പം അതിലിപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ഒരുപാട് പേര് റിവ്യൂസ് ഇട്ടൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇതിൽ റിവ്യൂസ് വളരെ കുറവാണ്. ഐ മീൻ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഓരോ ആൾക്കാരിട്ട റിവ്യൂസ് വളരെ കുറവാണ്. പിന്നെ റിട്ടേൺ ഓപ്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതേപോലെ ഫ്ലിപ്കാർട്ടിന്റെ പേ ലേറ്റർ ഓപ്ഷൻ ഈ ഒരു ആപ്പിലും അവൈലബിൾ ആണ്. സോ ഗൈസ്, ഞാൻ ഷോപ്സിൽ നിന്ന് 3 പ്രൊഡക്റ്റ് ആണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 എനിക്ക് ഡെലിവറി ആയിട്ടുള്ളത്, മൂന്നാമത്തത് എനിക്ക് ഡെലിവറി ആയിട്ടില്ല. അപ്പോൾ 2 കുർത്താസും ഒരു ചപ്പലുമാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതും എനിക്ക് ഫ്ലിപ്കാർട്ടിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടായിരുന്നു 500 റുപ്പീസിന്റെ. അപ്പോൾ അത് ഞാൻ ഷോപ്സിയിൽ യൂസ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിന് എന്തെങ്കിലും വൗച്ചേഴ്സോ കാര്യങ്ങളോ കൂപ്പൺസോ എന്തുണ്ടെങ്കിലും ആ സെയിം സാധനം നമുക്ക് ഷോപ്സിയിലും യൂസ് ചെയ്യാൻ പറ്റും. അതാണ്. അതുകൊണ്ട് ഫ്ലിപ്കാർട്ട് ഷോപ്സിൽ തമ്മിൽ വേറെ ഡിഫറൻസ് കാര്യങ്ങളൊന്നുമില്ല. ഷോപ്സിൽ കൂടെ ഡയറക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പ്രൈസ് ലെസ് ഉണ്ടാവും. പക്ഷെ ആ പ്രൈസ് ലെസ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ചിലതിനൊക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ചിലത് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഫ്ലിപ്കാർട്ടിൽ കാണിക്കുക. പക്ഷെ അത് ഷോപ്സിയിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഞാൻ ഈ പർച്ചേസ് ചെയ്ത 2 കുർത്തയും ഷോപ്സിയിൽ സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് 3 ദിവസമാണ് റിട്ടേൺ പോളിസി ഉള്ളത്. സോ ഞാൻ ഫസ്റ്റിലുള്ള കുർത്ത നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ പ്രൈസും ഞാൻ സ്ക്രീനിലൊക്കെ കൊടുക്കാം കേട്ടോ. എനിക്ക് എക്സാക്ട് പ്രൈസ് ഓർമ്മയില്ല. 200 ബിലോ ആണ് ഈ ഒരു കുർത്തയ്ക്ക് വരുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു യെല്ലോ കളർ കുർത്തയാണ് കേട്ടോ. ഞാൻ പാക്ക് പൊട്ടിച്ചിട്ട് പോലുമില്ല കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് വരിക, ഷോപ്സിൽ നിന്നൊന്നുമല്ല. ഫ്ലിപ്കാർട്ടിന്റെ കവറിലൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ചൂസ് ചെയ്ത സൈസ് വരുന്നത് സ്മോൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം മെറ്റീരിയലൊക്കെ നന്നോ എന്താ എങ്ങനെയാന്നുള്ളതൊക്കെ. ഇതിൽ ഇങ്ങനെ ഒരു കാർഡ് ഉണ്ട് കേട്ടോ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഗൈസ്, നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു യെല്ലോ കുർത്തയ്ക്ക് അത്യാവശ്യം നല്ല റേറ്റിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ യെല്ലോ കളർ ഇല്ല. സ്ലീവ്ലെസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, സ്മോൾ ആണെങ്കിലും ഇത് കണ്ടിട്ട് എനിക്ക് കുറച്ച് വലുതാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ തിന്നാണ് കേട്ടോ, പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ റയോൺ ആണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല, പക്ഷെ ഈ മെറ്റീരിയൽ നമുക്ക് ഇട്ടാൽ വളരെ കംഫർട്ട് ആയിരിക്കും. നമുക്ക് ഈ ഒരു ടോപ്പ് ഇട്ടിട്ടുണ്ടെന്ന് പോലും ഫീൽ ചെയ്യില്ല. അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽ ആണ്. അതേപോലെ ഈ മെറ്റീരിയൽ കളറ് പോവില്ല, ഒന്നും ആവൂല, അടിപൊളിയാണ്. ഇതേ മെറ്റീരിയലിൽ ഇതിന് മുന്നേ ഞാൻ കുർത്താസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ ക്വാളിറ്റി വൈസ് ഒക്കെ ഓക്കെ ആണ്, നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്. ആ ഒരു പ്രൈസിന് 100 സംതിങ് എന്തോ ആണ്. ആ ഒരു പ്രൈസിന് ഇത് അടിപൊളിയാണ്, നല്ല കുർത്തയാണ്, എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഷോപ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. കാരണം ഇൻ കേസ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവുക കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഒരു കുർത്തയാണ് കേട്ടോ. കണ്ടോ, ഇതും സ്ലീവ്ലെസ് ആണ് വരുന്നത്. ഇതും ഫ്ലിപ്കാർട്ടിന്റെ സെയിം കവറിൽ കാര്യങ്ങളിലൊക്കെ ആണ് കേട്ടോ അവർ അയച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പ്രൈസും വരുന്നത് 200 ബിലോ ആണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗൈസ്, ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ സൈസും സ്മോൾ ആണ്, പക്ഷെ എനിക്കൊന്ന് കുറച്ച് ഓൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ടാവും. ഓ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതും സ്ലീവ്ലെസ് ആണ് വരുന്നത്. അതേപോലെ സൈഡ് ഓപ്പൺ ആണ്. ഇതും 200 ബിലോയെ വരുന്നുള്ളൂ കേട്ടോ ഗൈസ്. അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ സെയിം മെറ്റീരിയൽ ആണ്, നമുക്ക് കളറും പോലും ഒന്നും ആവൂല. എനിക്ക് വളരെ ഇഷ്ടമായി, നല്ല രസമുണ്ട്. കണ്ടോ, പിക്കിൽ കാണുമ്പോൾ ഇത്ര ഭംഗി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ.
അപ്പോൾ ഈ ക്വാളിറ്റി വൈസ് ആണെങ്കിലും എന്താ പറയുക മെറ്റീരിയൽ വൈസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടാണ്. ഈ ഒരു 200 ബിലോ റുപ്പീസിന് അടിപൊളിയാണ്, ആണ്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഷോപ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ ചപ്പൽ വന്നിട്ടില്ല. ചപ്പൽ വന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ, വേറെ കുറച്ച് ചപ്പൽസും കൂടി ഉണ്ട്, അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ഹോൾ വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ അതിന്റെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ. നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ധൈര്യത്തോടെ ഈ 2 കുർത്താസും നിങ്ങൾക്ക് ഷോപ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. റിട്ടേൺ ഓപ്ഷനും ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ രണ്ടിന്റെയും ഫോട്ടോസും സ്ക്രീനിൽ കൊടുക്കാം, പ്രൈസും സ്ക്രീനിൽ കൊടുക്കാം. അതേപോലെ ഞാനത് ഇട്ടിട്ട് എനിക്ക് ഇങ്ങനെ ഉണ്ട് എന്നുള്ളതിന്റെ ഫോട്ടോയും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായാലും നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഷോപ്സിൽ നിന്ന് ധൈര്യത്തോടെ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇൻ കേസ് ഇപ്പൊ അതിനടിയിൽ നിങ്ങൾക്ക് ആരെങ്കിലും വാങ്ങിയ റിവ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയിട്ട് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട്, ഐ മീൻ ക്വാളിറ്റി ഒന്ന് ഓക്കെ അല്ലെങ്കിൽ റിട്ടേൺ അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ റിട്ടേൺ ഓപ്ഷൻ ഉള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കുക കേട്ടോ. അത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം അതാകുമ്പോൾ നമുക്ക് വെറുതെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതാക്കിയില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കില്ല. മറ്റേന്ന് പറഞ്ഞാൽ വെറുതെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വേസ്റ്റ് ആയി പോയാലോ. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്യുക. ഷോപ്സിൽ നിന്ന് നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ ഈ ഒരു ഷോപ്സി എന്ന് പറയുന്ന ആപ്പിൽ കൂടെ പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെയാണ്. എനിക്ക് വന്ന 2 പ്രോഡക്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.